ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ബോംബെ വിക്ടോറിയ തുറമുഖത്തെ തീപിടുത്തം. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിൽ ചേർക്കുന്ന രാസവസ്തുവിന്റെ പേര് ഈഥൈൽ മെർകാപ്റ്റൈൻ. അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമർജൻസി ഇൻഫോർമേഷൻ പാനലിൽ 3YE എന്ന കോഡിലുള്ള സംഖ്യ 3 സൂചിപ്പിക്കുന്നത് എന്താണ്? പത ഫോം ഉപയോഗിക്കുന്നു. അന്തരീക്ഷവായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? 21%. താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി വാതക സാന്ദ്രത കൂടിയ പദാർത്ഥം LPG. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയുടെ പേര് ഉദ്ബോധനം. താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥമാണ് ബെർലിയം. നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം എവിടെ? നാഗ്പൂർ. പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം 206. ചോക്കിംഗ് എന്നാൽ മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സം. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തതെന്ത്? മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക. ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക. പൊള്ളൽ ഉണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ പൊള്ളൽ ഉണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക. അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തതെന്ത്? ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും. പാമ്പുകടിയേറ്റതിന്റെ ഒരു ലക്ഷണം ഒരു ജോഡി ചെറിയ മുറിവ്. സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം തടവ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? സൈബർ പോണോഗ്രഫി. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാനാവശ്യമായ താപത്തിന്റെ അളവാണ് വിശിഷ്ട താപധാരിത. ജ്വലനത്തിനു കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായവ: സ്റ്റാർവേഷൻ, സ്മോത്തറിംഗ്, കൂളിംഗ്. ചുവടെ ചേർക്കുന്നവയിൽ മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേഷണം ഏതാണ്? വികിരണം. അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസുള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപകത്തെ ലീനതാപം എന്ന് പറയുന്നു. ജ്വലന ത്രികോണം പ്രകാരം ജ്വലനം നടക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതെല്ലാമാണ്? താപം, ഓക്സിജൻ, ഇന്ധനം. അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ, BC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതെല്ലാമാണ്? സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ഡ്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്. ഡ്രൈ ഐസ് എന്നാൽ എന്ത്? ഖര കാർബൺ ഡയോക്സൈഡ്. ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരെന്ത്? ജ്വലനോഷ്മാവ്. LPGയുടെ ഹസാർഡസ് കെമിക്കൽ കോഡ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ പി. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ: ജീവൻ രക്ഷിക്കുക, വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. രക്തസ്രവം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ: വിശ്രമം ഉയർത്തുക. ശ്വാസതടസ്സത്തിന്റെ കാരണമല്ലാത്തത്: രക്തം ഛർദ്ദിക്കുക. ഷോക്കിന്റെ രോഗലക്ഷണമല്ലാത്തത് ഏത്? അപസ്മാരം. അണല് വിഷം ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു? രക്തക്കുഴലുകളെ. പെട്ടെന്നുള്ള മരണകാരണം: ഹൃദയാഘാതം. പൊള്ളലിന്റെ പ്രാഥമിക ശുശ്രൂഷ എന്ത്? നിലത്തുരുളുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്തു ചെയ്യും? ചുമയ്ക്കുക, പുറത്ത് തട്ടുക, വാരിയെല്ലുകൾക്കു താഴെ കൈ കോർത്തു പിടിക്കുക. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും പടരുന്ന വേദന. പോലീസ് കണ്ടുകെട്ടിയ ഒരു മൊബൈൽ ഫോണിൽ ഫോണിന്റെ ഉടമ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഫയൽ സ്വമേധയാ സ്വീകരിച്ചതായും ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തി. എന്നാൽ ഫോൺ ഉടമ ആ ഫയലുകൾ മറ്റാർക്കും അയച്ചിട്ടില്ല.
ആ വ്യക്തി താഴെ പറയുന്നവയിൽ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അർഹനാണ്? വകുപ്പ് 67B വിവര സാങ്കേതിക നിയമം 2000. കമ്പ്യൂട്ടറിന്റെ ഉടമയുടെ അനുമതിയില്ലാതെ ആരെങ്കിലും അനധികൃതമായി സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ആ കമ്പ്യൂട്ടറിൽ പ്രവേശനം ചെയ്താൽ ആ വ്യക്തിക്കെതിരെ വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ഏത് കുറ്റം ചുമത്താവുന്നതാണ്? വകുപ്പ് 66 കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ. ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ജ്വലനത്തിനടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് താഴെ പറയുന്നവയിൽ ഏതാണ്? കൂളിംഗ്, സ്മോത്തറിംഗ്, സ്റ്റാർവേഷൻ. തീയുടെ വ്യാപനത്തിന് ആവശ്യമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഇവയൊന്നുമല്ല. ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിലെ ജ്വലനോഷ്മാവ് എന്ന് പറയുന്നു. യൂണിറ്റ് മാസുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ് ദ്രവീകരണ ലീനതാപം. ഉത്പതനം എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖരപദാർത്ഥത്തിൽ ആണ് സംഭവിക്കുന്നത്? സോഡിയം ക്ലോറൈഡ്. ചുവടെ ചേർക്കുന്നവയിൽ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ടങ്സ്റ്റൺ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? UN നമ്പർ 1075. അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഇവയൊന്നുമല്ല. ദുരന്ത അപകട സാഹചര്യങ്ങളിൽ വ്യക്തിയുടെ പരിക്കിന്റെ തീവ്രതയെയും നൽകേണ്ട ചികിത്സയെയും അടിസ്ഥാനമാക്കി അപകടത്തിൽപ്പെട്ടവരെ തരംതിരിക്കുന്നതിൽ ട്രയേജ് എന്ന് പറയുന്നു. CPRന്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ. ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിന്റെ ഭാഗങ്ങൾ ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കി പുറത്തുവരുന്ന തരത്തിലുള്ള അഗ്നിഭംഗത്തെ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നു. പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷകളിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? പൊള്ളലേറ്റ ഭാഗത്ത് ലോഷൻ, ഡെറ്റോൾ എന്നിവ ഉപയോഗിക്കുക. പാമ്പുകടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? എല്ലാം ഉൾപ്പെടും. അടിയന്തരമായി ആന്റിവെനം കുത്തിവയ്ക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിൽ നിന്ന് താഴ്ത്തിവെക്കുക. നടക്കാൻ അനുവദിക്കാതിരിക്കുക. ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായുസഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെ ചോക്കിംഗ് എന്ന് പറയുന്നു. IRCSന്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ധമനികൾ പ്രത്യേക മർദ്ദബിന്ദുവായി കണക്കാക്കുന്നു? പൊപ്ലിറ്റിയൽ ആർട്ടറി, ബ്രാക്കിയൽ ആർട്ടറി, ഫിമറൽ ആർട്ടറി. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ്? 206. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ 66 വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡയോക്സൈഡ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ക്ലാസ് D ഫയർ. താഴെ പറയുന്നവയിൽ വായുസമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗമേത്? ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മോത്തറിംഗ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് എന്തിനാണ്? അസറ്റിലീൻ. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏത്? ബോയിൽസ് നിയമം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകരൂപത്തിലാകുന്ന പ്രക്രിയ ഉത്പതനം. താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത്? FM 500. മാധ്യമങ്ങൾ കാർബൺ ഡയോക്സൈഡ്, ഹെപ്റ്റഫ്ലൂറോ പ്രൊപ്പെയ്ൻ, FM 200. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് എസ്മാർക്ക്. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം
അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേര് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. CPRന്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏത്? ടൂർണിക്കൈ. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയ ട്രയേജ്. AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? ഹൃദയാഘാതം. പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. സ്പ്ലിന്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസ്ഥിഭംഗം. ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം 2000. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നുകയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേര് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. തീപിടുത്തം ഉണ്ടാകാൻ ആവശ്യമായ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? താപം, ഇന്ധനം, ഓക്സിജൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഫയർ ട്രയാങ്കിൾ പൂർത്തിയാക്കുന്നത്? താപം. ഖരപദാർത്ഥങ്ങൾക്ക് ഉണ്ടാകുന്ന തീപിടുത്തം ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത്? ക്ലാസ് A. ദ്രാവകങ്ങൾ മൂലമുണ്ടാകുന്ന തീപിടുത്തം അണയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഏതാണ്? ഫോം. പാചകവാതകം മൂലമുണ്ടാകുന്ന തീപിടുത്തം ഏത് ക്ലാസ് ഫയർ വിഭാഗത്തിലാണ് വരുന്നത്? ക്ലാസ് C. വൈദ്യുത ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം അണയ്ക്കാൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ. പാസ് എന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പുൾ, എയിം, ക്വിസ്, വീവ്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഓക്സിജന്റെ അളവ് കുറച്ച് തീ അണയ്ക്കുന്ന രീതിയെ വിളിക്കുന്ന പേര് സ്മൂത്തറിംഗ്. ഇന്ധനം മാറ്റിക്കൊണ്ട് തീ അണയ്ക്കുന്ന രീതിക്ക് പറയുന്ന പേര് സ്റ്റാർവേഷൻ. താപനില കുറച്ചുകൊണ്ട് തീ അണയ്ക്കുന്ന രീതി കൂളിംഗ്. ലോഹങ്ങൾക്ക് ഉണ്ടാകുന്ന തീപിടുത്തം ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു? ക്ലാസ് D. കിച്ചൺ ഫയർ ഏത് ക്ലാസ് ഫയർ ആണ്? ക്ലാസ് K or F. അന്താരാഷ്ട്ര ഫയർ ഫൈറ്റേഴ്സ് ദിനം എന്നാണ് ആചരിക്കുന്നത്? മെയ് 4. ഇന്ത്യയിൽ ദേശീയ അഗ്നിശമന സേവന ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 14. 1944 ഏപ്രിൽ 14 മുംബൈ തുറമുഖത്തുണ്ടായ കപ്പൽ സ്ഫോടന ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി ദേശീയ ഫയർ സർവീസ് ദിനം ആചരിക്കുന്നത്? ആ കപ്പലിന്റെ പേരെന്ത്? SS ഫോർട്ട് സ്റ്റിക്കിൻ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ മോട്ടോ വി സെർവ് ടു സേവ്. കേരളത്തിൽ ഫയർഫോഴ്സ് വിളിക്കേണ്ട അടിയന്തര നമ്പർ ഏതാണ്? 101. ഇന്ത്യയിലുടനീളം ഏകീകൃത അടിയന്തര സഹായത്തിനായി ഉപയോഗിക്കുന്ന നമ്പർ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം 112. തീപിടുത്തമുള്ള ഒരു മുറിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണ്? നിലത്തുകൂടി ഇഴഞ്ഞു നീങ്ങുക. ആദ്യമായി ഫസ്റ്റ് എയ്ഡ് എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ഫെഡറിക് എസ്മാർക്ക്. പ്രഥമ ശുശ്രൂഷയിലെ ABC എന്നതിൽ A എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ. പ്രഥമ ശുശ്രൂഷയിലെ ABC എന്നതിൽ B എന്തിനെ സൂചിപ്പിക്കുന്നു? ബ്രീത്തിങ്. പ്രഥമ ശുശ്രൂഷയിലെ ABC എന്നതിൽ C എന്തിനെ സൂചിപ്പിക്കുന്നു? സർക്കുലേഷൻ. CPRന്റെ പൂർണ്ണരൂപം എന്താണ്? കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. മുതിർന്ന ഒരാൾക്ക് CPR നൽകുമ്പോൾ നെഞ്ചിൽ അമർത്തേണ്ടത് മിനിറ്റിൽ എത്ര തവണയാണ്? 100 മുതൽ 120 തവണ. മുതിർന്ന ഒരാൾക്ക് CPR നൽകുമ്പോൾ ചെസ്റ്റ് കംപ്രഷനും കൃത്രിമ ശ്വാസോച്ഛ്വാസവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 30:2. തൊണ്ടയിൽ ഭക്ഷണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുങ്ങി ശ്വാസം മുട്ടുമ്പോൾ നൽകുന്ന പ്രഥമ ശുശ്രൂഷ രീതി ഏതാണ്? ഹെംലിക് മാനുവർ. പൊള്ളലേറ്റ ഭാഗത്ത് ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? തണുത്ത പൈപ്പ് വെള്ളം ഒഴുക്കുക. അസ്ഥിഭംഗം സംഭവിച്ച ഭാഗം അനങ്ങാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പ്ലിന്റ്. കഠിനമായ രക്തസ്രാവം തടയാൻ മുറിവിന് മുകളിലായി കെട്ടുന്ന തുണി അല്ലെങ്കിൽ ബെൽറ്റിനെ വിളിക്കുന്ന പേര് ടൂർണിക്കറ്റ്. പാമ്പ് കടിയേറ്റാൽ ചെയ്യരുതാത്ത കാര്യം എന്താണ്? രോഗിയെ ഓടാനോ നടക്കാനോ അനുവദിക്കുക. മുറിവ് ബ്ലേഡ് ഉപയോഗിച്ച് കീറി ചോര കളയുക. നായ കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് 15 മിനിറ്റോളം നന്നായി കഴുകുക. താപാഘാതം ഏറ്റ ഒരാൾക്ക് നൽകേണ്ട പരിചരണം എന്താണ്? തണലുള്ളതും
തണുപ്പുള്ളതുമായ സ്ഥലത്തേക്ക് മാറ്റുക. ശരീരം നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക. ബോധമുണ്ടെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നാരങ്ങ വെള്ളമോ നൽകുക. ബോധരഹിതനായ എന്നാൽ ശ്വാസമെടുക്കുന്ന ഒരു രോഗിയെ കിടത്തേണ്ട സുരക്ഷിതമായ പൊസിഷൻ ഏതാണ്? റിക്കവറി പൊസിഷൻ. ഷോക്ക് ഏറ്റ രോഗിയുടെ കാലുകൾ അല്പം ഉയർത്തിവെക്കുന്നത് എന്തിനാണ്? ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കുമുള്ള രക്തപ്രവാഹം കൂട്ടാൻ. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ആളുകളെ താഴേക്ക് ചാടിച്ച് രക്ഷപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വായു നിറഞ്ഞ വലിയ കുഷ്യൻ ഏതാണ്? റെസ്ക്യൂ കുഷ്യൻ ഓർ ജമ്പിംഗ് ഷീറ്റ്. വെള്ളപ്പൊക്കത്തിലും കടലിലും ആളുകളെ രക്ഷപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വട്ടത്തിലുള്ള ഫ്ലോട്ടിംഗ് ഉപകരണത്തിന്റെ പേരെന്ത്? ലൈഫ് ബോയ്. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പുക നിറഞ്ഞ സാഹചര്യത്തിൽ ഫയർ ഫൈറ്റർമാർ ധരിക്കുന്ന ഉപകരണത്തിന്റെ പേര് SCBA, സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടു പോയാൽ സ്വീകരിക്കേണ്ട സുരക്ഷിത മാർഗം മേശയുടെയോ കട്ടിലിന്റെയോ അടിയിൽ അഭയം പ്രാപിക്കുക. രാസവസ്തുക്കൾ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രത്യേക വസ്ത്രം ഏതാണ്? ഹസാർഡസ് മെറ്റീരിയൽ സ്യൂട്ട്. കപ്പലുകളിലും വലിയ കെട്ടിടങ്ങളും തീപിടുത്തമുണ്ടാക്കുമ്പോൾ പുക പുറത്തേക്ക് കളയാൻ ഉപയോഗിക്കുന്ന ഫാൻ സ്മോക്ക് ഇജക്ടർ, പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റർ. കിണറ്റിലോ മാളങ്ങളിലോ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ജീവനക്കാർക്ക് ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുവാൻ ആദ്യം പരിശോധിക്കുന്ന ഉപകരണം ഗ്യാസ് ഡിറ്റക്ടർ. കെട്ടിടങ്ങളിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ സ്വയം പ്രവർത്തിച്ച് വെള്ളം ചീറ്റുന്ന സംവിധാനം ഏതാണ്? ഫയർ സ്പ്രിൻക്ലർ. ഒരു സ്ഥലത്ത് തീപിടുത്തമുണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ പുക തിരിച്ചറിഞ്ഞ് അലാറം മുഴക്കുന്ന ഉപകരണം സ്മോക്ക് ഡിറ്റക്ടർ. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രകൃതി ദുരന്തങ്ങളിൽ പെടാത്തത്? രാസവസ്തു ചോർച്ച. ഇന്ത്യയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദേശീയ സംഘടനകൾ ഏതെല്ലാം? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. NDMA-യുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. അപകട സ്ഥലങ്ങളിൽ നിന്ന് പരിക്കേറ്റവരെ സുരക്ഷിതമായി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ട്രെച്ചർ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസം. ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യത്തിനോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം? 48 മണിക്കൂർ. വിവരാവകാശ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കാണ് വിവരങ്ങൾ ചോദിക്കുവാൻ അവകാശമുള്ളത്? എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വിവരങ്ങൾ ലഭിക്കുന്നതിന് എത്ര രൂപ ഫീസ് അടയ്ക്കണം? ഫീസ് നൽകേണ്ടതില്ല. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്? സെക്ഷൻ 8. വിവരാവകാശ നിയമപ്രകാരമുള്ള ആദ്യ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസം. രണ്ടാമത്തെ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പബ്ലിക് അതോറിറ്റി വിവരങ്ങൾ നൽകാൻ വൈകിയാൽ ഓരോ ദിവസവും എത്ര രൂപയാണ് പിഴ ഈടാക്കേണ്ടത്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം നൽകാവുന്ന പരമാവധി പിഴശിക്ഷ 25,000 രൂപ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹനദാസ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6. വിവരാവകാശ നിയമത്തിലെ ആകെ എത്ര സെക്ഷനുകളുണ്ട്? 31. വിവരാവകാശ നിയമത്തിന്റെ 2-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നത് ഒഴിവാക്കപ്പെട്ട രഹസ്യാന്വേഷണ സുരക്ഷാ സ്ഥാപനങ്ങൾ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ ഏത് ഭാഷ ഉപയോഗിക്കാം? ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ. വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചാൽ PIO അപേക്ഷകന് ഇത് അറിയിക്കേണ്ടതാണ്. കാരണം വ്യക്തമാക്കണം.
വിവരാവകാശ നിയമത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നിയമം ഏതായിരുന്നു? ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം സ്വീഡൻ 1766. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ എത്ര രൂപയാണ് സാധാരണ ഫീസ്? 10 രൂപ. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലാവധി. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് സഹായം നൽകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ പ്രത്യേക ഫോറം നിർബന്ധമാണോ? അല്ല, വെള്ളക്കടലാസിൽ എഴുതി നൽകാം. മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരമാണെങ്കിൽ PIO എത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് നോട്ടീസ് നൽകണം? 5 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് ലഭിക്കാത്ത വിവരം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യ വിവരങ്ങൾ. വിവരം ഇൻഫോർമേഷൻ എന്നതിനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ F. വിവരാവകാശം റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ J. പൗരന്മാർക്ക് വിവരാവകാശത്തിന് അർഹതയുണ്ടെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് സെക്ഷൻ 3. പൊതു അധികാരികൾ പബ്ലിക് അതോറിറ്റീസ് വിവരങ്ങൾ സ്വമേധയാ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് സെക്ഷൻ 4 സബ്സെക്ഷൻ 1. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 5. വിവരങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി വിവരിക്കുന്ന വകുപ്പ് സെക്ഷൻ 6. വിവരങ്ങൾ നൽകുവാനുള്ള സമയപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 7. ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നൽകണം? 48 മണിക്കൂർ. സെക്ഷൻ 7 സബ്സെക്ഷൻ 1. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയ കാര്യങ്ങൾ സെക്ഷൻ 8 പരാമർശിക്കുന്നു. പകർപ്പവകാശം ലംഘിക്കപ്പെടുന്ന വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കാമെന്ന് പറയുന്ന വകുപ്പ് 9. ഒരു രേഖയുടെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ നീക്കം ചെയ്ത് ബാക്കി വിവരങ്ങൾ നൽകാം എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 10. മൂന്നാം കക്ഷി വിവരങ്ങൾ തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ സംബന്ധിച്ച വകുപ്പ് ഏത്? സെക്ഷൻ 11. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 12. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 15. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ കാലാവധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 16. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ റദ്ദാക്കപ്പെട്ട പഴയ നിയമം ഏത്? സെക്ഷൻ 31 പ്രകാരം ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 30. ഈ നിയമപ്രകാരം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ അതത് നിയമസഭകളിൽ പാർലമെന്റിൽ സമർപ്പിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 29. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സ്പീക്കർ തുടങ്ങിയ സക്ഷമ അധികാരികൾക്ക് ചട്ടങ്ങൾ നിർമ്മിക്കാൻ അധികാരം നൽകുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 28. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ചട്ടങ്ങൾ നിർമ്മിക്കുവാൻ സമുചിത സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 27. വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 25. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾ 2 മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 24 സബ്സെക്ഷൻ 2. ചില സുരക്ഷാ അന്വേഷണ ഏജൻസികളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 24. കോടതികളുടെ ഇടപെടൽ വിലക്കുന്ന വകുപ്പ് സെക്ഷൻ 23. മറ്റ് നിയമങ്ങളെക്കാൾ വിവരാവകാശ നിയമത്തിന് പ്രാബല്യം നൽകുന്ന വകുപ്പ് സെക്ഷൻ 22. സദുദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പ് സെക്ഷൻ 21. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 20. രണ്ടാം അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 19 സബ്സെക്ഷൻ 3. അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 19. വിവരാവകാശ കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും പറയുന്ന വകുപ്പ് സെക്ഷൻ 18.